നമസ്കാരം. ചലച്ചിത്രാപ്പൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള CSIR-ന്റെ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടുള്ള ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഏറെക്കുറെ ഒരു മാസത്തോളമായി. ഇനി ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ 2 ദിവസം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. 2024 ഡിസംബർ മാസം 1-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ ലാസ്റ്റ് ഡേറ്റ് 11:30 വരെയാണ്. 2024 ഡിസംബർ 1-ാം തീയതി. അപ്പൊ ആരെങ്കിലും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടില്ലെങ്കിലൊക്കെ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാം. SSC, RRB പരീക്ഷകൾ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ വിവിധ പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരമാണ് CSIR-ന്റെ ഈ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിക. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 5 വാക്കൻസിയാണ് പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ജനറൽ, ഒക്കെ അതിൽ 4 പോസ്റ്റുകളാണുള്ളത്. ഒന്ന് OBC, ഒന്ന് PWD, ഒന്ന് രണ്ടെണ്ണം അൺറിസർവ്ഡും. പിന്നെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് S&P, സ്റ്റോഴ്സ് ആൻഡ് പർച്ചേസ് എന്ന് പറയുന്ന വിഭാഗത്തിലോട്ട് ഒരു OBC തസ്തികയും ഉണ്ട്. ഓക്കെ, 28 വയസ്സ് വരെയാണ് ഇതിന് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആസ് ഓൺ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, അപ്പോഴേക്കും അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 വയസ്സ്. ഓക്കെ, അത് പൂർത്തിയായിട്ടുണ്ടാവാൻ പാടില്ല. ഓക്കെ, അത് കവിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെയാണെങ്കിൽ ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10+2, അതായത് +2 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ വേണ്ട തസ്തികയാണ്. നമ്മളെ PSC-യിലൊക്കെ ആണെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഡിഗ്രി ലെവൽ തസ്തികയാണ് അല്ലെ. ഇത് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ആണ്, +2 ലെവൽ തസ്തികയാണ്. CSIR-ന് കീഴിലുള്ള ഒരു തസ്തികയാണ്. ഇതിന് ഏജ് ലിമിറ്റ് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. 18 വയസ്സ്. ഓക്കെ, completed 18 years but not exceed 28 years as on last date of submission of online application. ഓക്കെ, അപ്പൊ 18-ന്റെയും 28 വയസ്സ്, 18 തൊട്ട് 28 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷിക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു പരീക്ഷാ രീതിയിലോട്ട് വരികയാണെങ്കിൽ, ഓക്കെ, OMR ബേസ്ഡ് ടെസ്റ്റ് ആണ് ഉണ്ടാവാം. ഈ OMR ടെസ്റ്റിലാണെങ്കിൽ ഒക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാം. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 200 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 200 ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 200 ആണ്. +2 ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് +2 വരെയുള്ള NCERT പാഠപുസ്തകങ്ങളൊക്കെ ആധാരമാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇംഗ്ലീഷിലും അതുപോലെ തന്നെയാണെങ്കിൽ ഹിന്ദിയിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂർ 30 മിനിറ്റ് ആണ്. സ്ക്രൈബിൽ വെച്ച് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ 3 മണിക്കൂർ വരെ സമയം കിട്ടും. 3 മണിക്കൂർ 20 മിനിറ്റ് വരെ സമയം കിട്ടും. അല്ലെങ്കിൽ 2.5 മണിക്കൂറാണ് ഇതിന്റെ സമയം എന്ന് മനസ്സിലാക്കാം. ഇനി വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയിന്റ്, ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ OMR ടെസ്റ്റ് എന്ന് പറഞ്ഞു, 2 പേപ്പർ ഉണ്ട്. 200 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, 2 പേപ്പർ ഉണ്ട്. പേപ്പർ 1-ഉം പേപ്പർ 2-ഉം. ഇതിൽ പേപ്പർ 1-ൽ ഒരു മിനിമം ത്രഷോൾഡ് മാർക്ക് കിട്ടിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പേപ്പർ 2 പേപ്പർ മാത്രമേ ചെക്ക് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പൊ പേപ്പർ 1 എന്ന് പറയുന്നത് ക്വാളിഫയിങ് ആണ്. അതിന് മിനിമം കട്ട് ഓഫ് ഉണ്ടാവും, ഒരു ക്വാളിഫയിങ് സ്കോർ ഉണ്ടാവും. ആ സ്കോർ കടന്നിരിക്കുന്ന അല്ലെങ്കിൽ ആ സ്കോർ ലഭിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പേപ്പർ 2 മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. പേപ്പർ 2-ന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതെന്ന് പറയുന്നത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ പക്ഷെ 2 പേപ്പറും എഴുതേണ്ടതുണ്ട്. പക്ഷെ പേപ്പർ 2-ന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാം. ഓക്കെ, ഇതിന്റെ ഒരു സിലബസിലോട് വരികയാണെങ്കിലൊക്കെ പേപ്പർ 1 എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ് സമയം എന്ന് പറയുന്നത്. ഓക്കെ, മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാക്സിമം 200 മാർക്കാണ്. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ്. ഓരോ ശരി ഉത്തരത്തിന് 2 മാർക്ക് വീതമാണ്. ഇതിന്റെ പ്രത്യേകത ഇതിന് നെഗറ്റീവ് മാർക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, ഈ മെന്റൽ എബിലിറ്റിയുടെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് ഇതിൽ സിലബസ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേക സിലബസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ പിന്നീട് പേപ്പർ 2 എന്ന് പറഞ്ഞു. അപ്പൊ ഈ പേപ്പർ 1 ക്വാളിഫയിങ് ആണ്. ഇതിൽ നിശ്ചിത മാർക്ക് കിട്ടുന്ന ആളുകളുടെ പേപ്പർ 2 മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ ഞാൻ പറഞ്ഞു. ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജുമാണ് പേപ്പർ 2-ലുള്ളത്. ജനറൽ അവയർനെസ് പറയുമ്പോൾ 50 ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 50 ആണ്. ഇത് ഇംഗ്ലീഷിൽ 50 ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് 150 ആണ് രണ്ടിനും. അതായത് 3 മാർക്ക് വീതം. ഓരോ ശരി ഉത്തരത്തിനും 3 മാർക്കാണ്. പക്ഷേ ഇവിടെ പേപ്പർ 2-നാണെങ്കിൽ നെഗറ്റീവ് സ്കോർ ഉണ്ട്. 1 നെഗറ്റീവ് മാർക്ക് ഫോർ എവറി റോങ് ആൻസർ എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ 1 മാർക്കും നെഗറ്റീവ് ആയിട്ട് വരും തെറ്റുത്തരം എഴുതി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു എക്സാമിനേഷൻ സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു OMR പരീക്ഷയ്ക്ക് പുറമെ ഇതിന് ടൈപ്പിംഗ് ടെസ്റ്റും കൂടി ഉണ്ട്. ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ടൈപ്പിംഗ് അല്ലെങ്കിൽ ഹിന്ദി ടൈപ്പിംഗ്, ഇതിൽ ഏതാ വേണ്ടതെന്നുള്ളത് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ചൂസ് ചെയ്യേണ്ടതുണ്ട്. ഇംഗ്ലീഷ് ടൈപ്പിംഗ് ആണെങ്കിൽ 35 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. ഹിന്ദി ടൈപ്പിംഗ് ആണെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതും ഇതിന് കൂടുതൽ തന്നെയാണ് നടക്കുന്നത്. ഈ ഒരു ടൈപ്പിംഗ് ടെസ്റ്റിന് വേണ്ടി ആകെ 10 മിനിറ്റ് സമയം മാത്രമേ അനുവദിച്ചു തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതിന് ഇൻഡിക്കേറ്റീവ് സിലബസ് എന്താണെന്നുള്ളതും കൂടെ ഈ നോട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ RRB, NTPC, SSC പരീക്ഷകൾക്ക് SSC, MTS, CHS ലെവലൊക്കെ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് ഈ CSIR-ന്റെ JSA എന്ന് പറയുന്ന ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ സിലബസിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ അപ്ലിക്കേഷൻ ഫീലോട് വരികയാണെങ്കിൽ 100 രൂപയാണ് ഇതിന്റെ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ
OBC, അതുപോലെ തന്നെയാണെങ്കിൽ EWS, ഓക്കെ, അതുപോലെ തന്നെയാണെങ്കിൽ ജനറൽ കാറ്റഗറി, ഇവർക്കാണ് ഫീസ് അടയ്ക്കേണ്ടത്. പക്ഷേ SC, ST, PWD, ESM, വിമൻ, CSIR എംപ്ലോയീസ് ഇവർക്കൊന്നും ഫീസ് ഇല്ല. അപ്പോൾ വനിതകൾക്കും പെൺകുട്ടികൾക്കും ഫീസ് ഇല്ലാതെ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ടത് HTTPS ഒക്കെ CLRI.org എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. CLRI.org എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ ഓൺലൈൻ അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. ഓക്കെ, 1-ാം തീയതിയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. 1-ാം തീയതി രാത്രി 11:30 വരെ സമയമുണ്ട്. അപ്പൊ ആരെങ്കിലും അപേക്ഷിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇന്റിമേഷൻ ആയി കണക്കാക്കിക്കൊണ്ട് ഇന്ന് തന്നെ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാം. നല്ലൊരു തസ്തികയാണ്. ഇതിന്റെ കോഴ്സ് നമുക്ക് ചലഞ്ചർ ആപ്പിൽ ലഭ്യമാണ്. RRB, NTPC പരീക്ഷയ്ക്കും CSIR, JSA പരീക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ചലഞ്ചർ ആപ്പിൽ ലഭ്യമാണ്. ആപ്പിന്റെ ഹോം പേജിലുള്ള കോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ SSC, RRB എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഈ കോഴ്സ് കാണാൻ സാധിക്കും. ഇനി ഇതിന്റെ മെന്റർഷിപ്പ് ബാറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക. എല്ലാവർക്കും വിദ്യാശംസകൾ നേരുന്നു. താങ്ക് യു.